നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന സിറ്റി കെയർ ഹോസ്പിറ്റൽ. പുറത്തെ മിന്നിത്തെളിയുന്ന നിയോൺ ബോർഡിലെ വാചകം ആരെയും ആകർഷിക്കും. കരുതലാണ് ഞങ്ങളുടെ മുഖമുദ്ര, ജീവൻ രക്ഷിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. രാവിലെകളിൽ അവിടെ തിരക്കാണ്, പ്രതീക്ഷയോടെ വരുന്ന രോഗികൾ, ഓടി നടക്കുന്ന ഡോക്ടർമാർ. എന്നാൽ വെളിച്ചമണഞ്ഞ് നഗരമുറങ്ങുമ്പോൾ ആ വലിയ കെട്ടിടം മറ്റൊരു മുഖമണിയുന്നു. ഫിനോയിലിന്റെയും മരുന്നിന്റെയും ഗന്ധത്തിനു താഴെ മരണത്തിന്റെ തണുപ്പ് അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ജീവൻ രക്ഷിക്കപ്പെടുകയല്ല, ചിലപ്പോൾ അവസാനിപ്പിക്കപ്പെടുകയാണ് എന്നാരും അറിഞ്ഞില്ല. ഡോക്ടർ അനൂപ്, 28 വയസ്സ്. മെഡിക്കൽ കോളേജിലെ തിളക്കമുള്ള സർട്ടിഫിക്കറ്റുകളേക്കാൾ അവന്റെ കണ്ണുകളിൽ തിളങ്ങുന്നത് മനുഷ്യരെ സേവിക്കണമെന്ന ആഗ്രഹമായിരുന്നു. കാർഡിയോളജി വിഭാഗത്തിൽ ജോലിക്കെത്തിയ ആദ്യ ദിവസം, രാത്രി ഡ്യൂട്ടി. സമയം പുലർച്ചെ 3 മണി. ആശുപത്രി ഇടനാഴികളിൽ എസിയുടെ മൂളൽ മാത്രം. മരണതുല്യമായ നിശബ്ദത. പെട്ടെന്നാണ് വാർഡ് 7-ൽ നിന്ന് ആ അപായമണി മുഴങ്ങിയത്. നീളൻ പീപ് ശബ്ദം. അനൂപ് ഓടിയെത്തുമ്പോഴേക്കും ബെഡ് നമ്പർ 13-ലെ ആ യുവാവിന്റെ ചലനം നിലച്ചിരുന്നു. നേഴ്സ് യാതൊരു ഭാവഭേദവുമില്ലാതെ ഫയലിൽ എഴുതി, മാസീവ് ഹാർട്ട് ഫെയിലിയർ. അനൂപിന്റെ നെറ്റി ചുളിഞ്ഞു. 22 വയസ്സുള്ള യുവാവ്. ഇക്കോ നോർമൽ, ഇസിജി നോർമൽ, ബ്ലഡ് റിപ്പോർട്ടുകളിൽ യാതൊരു കുഴപ്പവുമില്ല. പിന്നെങ്ങനെ? അവൻ വിറയ്ക്കുന്ന കൈകളോടെ റിപ്പോർട്ട് ഒന്നുകൂടി നോക്കി. അവന്റെ മനസ്സു മന്ത്രിച്ചു, ഇതൊരു സ്വാഭാവിക മരണമല്ല, ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അനൂപിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവൻ നിരീക്ഷിക്കുകയായിരുന്നു. വിചിത്രമായ ഭയപ്പെടുത്തുന്ന ഒരു പാറ്റേൺ അവിടെ തെളിഞ്ഞുവന്നു. എല്ലാ മരണങ്ങളും നടക്കുന്നത് ഒരേ വാർഡിൽ, വാർഡ് 7, ഒരേ ബെഡ്, നമ്പർ 13. സമയം കൃത്യം 2:30 മുതൽ 3 വരെയുള്ള സമയം. മരിക്കുന്നവരാരും പണക്കാരല്ല, കൂട്ടിരിക്കാൻ അധികമാരുമില്ലാത്ത പാവങ്ങൾ, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തവർ. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതായിരുന്നില്ല. മരണം സംഭവിച്ച ഉടൻ മൃതദേഹം മോർച്ചറിയിലേക്കല്ല പോകുന്നത്. സ്ട്രെക്ചറുകൾ ഉരുളുന്നത് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. ഒരു രാത്രി അനൂപ് ഡ്യൂട്ടി റൂമിൽ തനിച്ചായിരുന്നു. നെഞ്ചിടിപ്പോടെ അവൻ CCTV ഫീഡ് ഹാക്ക് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് അവൻ സ്തംഭിച്ചുപോയി. സമയം 1:45 AM. ഓപ്പറേഷൻ തിയേറ്റർ സജീവമാണ്. മുഖം മൂടിയ ഡോക്ടർമാർ. മേശപ്പുറത്ത് കിടക്കുന്ന രോഗി മരിച്ചിട്ടില്ല. മോണിറ്ററിൽ ഹൃദയമിടിപ്പ് വ്യക്തമാണ്. പക്ഷെ അനസ്തേഷ്യയുടെ അളവ് അവർ കൂട്ടുന്നു. പതുക്കെ ആ ഹൃദയമിടിപ്പ് നേരെയാകുന്നു. വരകൾ നേരെയാകുന്ന ആ കാഴ്ച അനൂപിനെ മരവിപ്പിച്ചു. തൊട്ടുപിന്നാലെ നീല നിറമുള്ള ഐസ് ബോക്സുകൾ അഥവാ കൂളിംഗ് ബോക്സുകൾ അകത്തേക്ക് വരുന്നു. പുറത്തു പതിച്ചിരിക്കുന്ന ലേബൽ, ഓർഗൻ ട്രാൻസ്പോർട്ട് ഏർജന്റ്. അനൂപ് തിരിച്ചറിഞ്ഞു, അതൊരാശുപത്രിയല്ല, അവയവങ്ങളുടെ വലിയൊരു വിപണിയാണ്. സർക്കാർ രേഖകളിൽ അവർ മരിച്ചവരാണ്. പക്ഷെ അവരുടെ ഹൃദയവും കരളും വൃക്കയും ലക്ഷങ്ങൾ വില കൊടുക്കാൻ കഴിവുള്ള മറ്റാരുടെയോ ശരീരത്തിൽ ജീവിക്കുന്നു. പണമില്ലാത്തവന് ഒരു മരണ സർട്ടിഫിക്കറ്റ് മാത്രം. അനൂപിന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. തെളിവുകളെല്ലാം അവൻ പെൻഡ്രൈവിലേക്ക് മാറ്റി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഫോണെടുത്തു. പോലീസ് കൺട്രോൾ റൂം. സാർ, വേഗം വരണം. ഇവിടെ മനുഷ്യരെ കൊന്നാണവർ അവയവമെടുക്കുന്നത്. ഇതൊരു അറവുശാലയാണ്. മറുതലയ്ക്കിൽ നിന്ന് കനത്ത പരിചിതമായൊരു ശബ്ദം. ഡോക്ടർ അനൂപ്, നിങ്ങൾ വളരെ വൈകിപ്പോയി. ഫോൺ കട്ടായി. ആ നിശബ്ദതയിൽ അനൂപ് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അവൻ ഞെട്ടിത്തരിച്ചു നിൽക്കെ പിന്നിൽ തഴുത്തൊരു സ്പർശം. തിരിഞ്ഞു നോക്കിയപ്പോൾ ആശുപത്രി ഡയറക്ടർ. മുഖത്ത് ക്രൂരമായ ഒരു ചിരി. അനൂപ്, നീ മിടുക്കനായ ഡോക്ടറാണ്, പക്ഷേ ഈ സിസ്റ്റത്തിനെതിരെ നിൽക്കാൻ മാത്രം വളർന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ പ്രമുഖ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത. യുവ ഡോക്ടർ അനൂപ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. അതേ ആശുപത്രി, വാർഡ് നമ്പർ 7, അതേ ബെഡ് നമ്പർ 13. രാത്രി 2:30 മണി. പുതിയൊരു രോഗി അവിടെ കിടപ്പുണ്ട്. ഒരു നേഴ്സ് ഫയലിൽ പുതിയ പേന കൊണ്ട് എഴുതുന്നു, കോസ് ഓഫ് ഡെത്ത് നാച്ചുറൽ. കാമറ പതിയെ പിന്നോട്ടു പോകുന്നു. ആ ആശുപത്രിയുടെ വലിയ ബോർഡിലേക്ക്, ജീവൻ രക്ഷിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. ചില ആശുപത്രികളിൽ രോഗികൾ മരിക്കുകയല്ല, അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവന് വിലയുണ്ട്, പക്ഷേ അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കഴിയുമ്പോഴാണ്.